ഹായ് ഹലോ നമസ്കാരം. അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് ജ്വല്ലറി ഓർഗനൈസിങ് ടിപ്സും ആയിട്ടാണ് കേട്ടോ. അപ്പം നമ്മുടെ കയ്യിലുള്ള വള മാല അങ്ങനത്തെ കളക്ഷൻസ് ഒക്കെ എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്ത് വെക്കുന്നതെന്നാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ വെക്കുന്ന ഒരു രീതിയാണ് കേട്ടോ ഞാൻ കാണിക്കാൻ പോകുന്നത്. കൂടെ എൻ്റെ കുഞ്ഞ് ജ്വല്ലറി കളക്ഷനും. അപ്പം എന്നെക്കായി നന്നായിട്ട് ഓർഗനൈസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും നിങ്ങൾ. പക്ഷേ എനിക്കിതൊക്കെ കാണിക്കാൻ ഇഷ്ടമാണ്. അതുപോലെ ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ കാണാനും ഇഷ്ടമാണ്. അപ്പം എന്നെ പോലെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് ഈ വീഡിയോ കാണിക്കുന്നത്. അപ്പം എൻ്റെ ജ്വല്ലറി കളക്ഷനിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ കുപ്പിവളകളാണ്. എൻ്റെ കയ്യിൽ കുറേ കുപ്പിവള കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഈ ബോക്സസിലൊക്കെ കുപ്പിവള കളക്ഷനാണ്. ഇതൊന്നും ഞാൻ ഇങ്ങനെ കുറച്ച് നാൾ കൊണ്ട് മേടിച്ചതൊന്നും അല്ല. ഇതൊക്കെ എൻ്റെ സ്കൂൾ ഡേയ്സ് മുതൽ എൻ്റെ കയ്യിലുള്ള വളകൾ വരെ ഇതിലുണ്ട് കേട്ടോ. അപ്പം ഞാൻ എങ്ങനെയാണ് അപ്പം നമ്മൾ ഈ ജ്വല്ലറി പ്രോപ്പറായിട്ട് ഓർഗനൈസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സ്ഥലത്തേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് അതിന് മാച്ച് ചെയ്തിട്ടുള്ള ആക്സസറീസ് ഒക്കെ എടുക്കാൻ ഭയങ്കര എളുപ്പമായിരിക്കും. ഇതെല്ലാം കൂടെ ഒന്നിച്ചൊരു ബോക്സിലൊക്കെ ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് എടുക്കുമ്പോൾ തന്നെ നമുക്ക് വട്ടാവും. അപ്പം ഇതുപോലെ വെക്കുവാണെങ്കിൽ നമുക്ക് നന്നായിട്ട് അത് ഡാമേജ് ആവാതെ കൊണ്ടു നടക്കാനും പറ്റും. വർഷങ്ങളോളം ഇത് സൂക്ഷിക്കാനും പറ്റും. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കയ്യിൽ ഇത് സ്കൂൾ ഡേയ്സ് മുതലുള്ള കളക്ഷൻസ് ഉണ്ട്. അപ്പം ഇത് എൻ്റെ ജ്വല്ലറീസ് ഒന്നും അങ്ങനെ ഡാമേജ് ആയി പോവാറില്ല, അതുപോലെ കാണാതാവാറില്ല, മിസ്സാവാറില്ല. കാരണം അത്യാവശ്യം നല്ല രീതിക്ക് ഞാൻ സൂക്ഷിച്ച് വെക്കുന്ന ഒരാളാണ്. ജ്വല്ലറി ആയിക്കോട്ടെ, എൻ്റെ ഡ്രസ്സസ് ആയിക്കോട്ടെ, സാരീസ് ആയിക്കോട്ടെ, അങ്ങനെയല്ല. അപ്പം നമുക്ക് വൈകാതെ നമ്മുടെ എപ്പിസോഡിലേക്ക് കിടക്കാം. അപ്പം ഞാൻ ഈ വളകളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്, അതായത് കുപ്പിവള അങ്ങനത്തെ വളകളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതുപോലെയുള്ള ബോക്സസിലാണ് കേട്ടോ. അപ്പോൾ ആദ്യം പണ്ട് ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിരുന്നത് നമ്മുടെ ബാങ്കിൾ സ്റ്റാൻഡ് ഉണ്ടല്ലോ, ഇങ്ങനെ മരം പോലെ ഇരിക്കുന്ന. അപ്പം അത് ഡ്രസ്സിംഗ് ടേബിളിന്റെ മുകളിൽ വെച്ചിട്ടായിരുന്നു ഞാൻ പണ്ട് അതിലിങ്ങനെ ഇട്ടിട്ട് വെച്ചിരുന്നു. കാണാൻ നല്ല ഭംഗിയാണ്. നമ്മുടെ ഡ്രസ്സിംഗ് ടേബിളിലേക്ക് നോക്കുമ്പോഴത്തേക്ക് നല്ല ഭംഗിയായിരിക്കും. പക്ഷേ അത് നിറച്ചും പൊടി പിടിച്ചു പോകും. അപ്പം പിന്നീടാണ് അപ്പം എപ്പോഴും പൊടി പിടിച്ചു പോകുന്നത് കൊണ്ട് തന്നെ അത് ക്ലീൻ ചെയ്യാനും അത് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നി. അപ്പം ഞാനത് മാറ്റിയിട്ടാണ് ഇങ്ങനെ ഒരു സംഭവത്തിലേക്ക് കിടന്നത്. അപ്പം ഇങ്ങനെ ഇതൊറ്റ ബോക്സസിൽ വെക്കാതെ ഇങ്ങനെ പല ബോക്സസിൽ ട്രാൻസ്പെറന്റ് ബോക്സസിലാക്കി വെക്കുമ്പോൾ എനിക്കിതെല്ലാം കാണാൻ പറ്റും. ഇപ്പൊ എനിക്കൊരു റെഡ് കളർ വള എടുക്കണമെങ്കിൽ ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ തന്നെ എനിക്ക് കാണാൻ പറ്റും റെഡ് കളർ ഏതിലാണെന്ന്. അപ്പം ആ ബോക്സ് മാത്രം ഞാൻ തുറന്നാൽ മതി. അപ്പൊ ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം ഇങ്ങനത്തെ വള കളക്ഷനൊക്കെ. ഞാൻ ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ കാണാറുണ്ട്, ഓർഗനൈസിങ് വീഡിയോസ്, പിന്നെ ജ്വല്ലറി കളക്ഷൻ, സാരി കളക്ഷൻ ഒക്കെ. ഇതാണ് എൻ്റെ ഫസ്റ്റ് ബോക്സ് കേട്ടോ. ഇതിൽ കുറേ കളേഴ്സ് ഓഫ് വളയുണ്ട്. ഈ റെഡ് നോക്കി, റെഡ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു റെഡാണ് കേട്ടോ. നല്ല മഞ്ചാടിക്കുരുണ്ട റെഡ്, ഒരു റെഡ് ഉണ്ട്, അതുപോലെ ഗ്രീൻ ഉണ്ട്, പിന്നെ ഇത് മെറൂൺ ആണ്, പിന്നെ ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണ്. ഇത് ബ്രൗൺ ആണ്. ഇത് കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ബ്ലാക്ക് ആയിട്ടായിരിക്കും തോന്നുക, പക്ഷെ ഇത് ബ്ലാക്ക് അല്ല, ബ്രൗൺ ആണ് കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുപ്പിവളകളാണ്. ഇനി അടുത്ത കുപ്പിവള, ഇതിലുള്ള കളേഴ്സ് കാണിച്ചു തരാം. ഇനിയും എനിക്ക് കുറേ മേടിക്കാനുണ്ട്. എനിക്ക് ആക്ച്വലി എത്ര കുപ്പിവള എത്ര സെറ്റ് കിട്ടിയാലും ഞാൻ മേടിക്കും കേട്ടോ. ഇത് കുറച്ച് പുതിയ കുപ്പിവളകളാണ്, പുതിയ ഫാഷനിലുള്ള കുപ്പിവളകളാണ്. ഈ കുപ്പിവള നോക്കിയിട്ട് ഇതിൽ കണ്ട ഒരു ബ്ലൂവും റെഡും കൂടെ, അതായത് ബ്ലൂ കുപ്പിവളയുടെ മുകളിൽ കൂടെ ഒരു റെഡ് ലൈൻ വരുന്ന കുപ്പിവളയാണ് കേട്ടോ. അത് ഒരു പുതിയ ഒരു ടൈപ്പ് ഓഫ് കുപ്പിവളയാണ്. അതുപോലെ ഇത് ഗോൾഡൻ കളർ കുപ്പിവള. പിന്നെ ഓറഞ്ച് ഉണ്ട്. പിന്നെ ഇത് കുപ്പിവളയല്ല, ഇത് ത്രെഡ് ടൈപ്പ് വളയാണ്. ഇത് എനിക്ക് അത്ര ഇഷ്ടമല്ല, കാരണം ഇത് നനയുമ്പം ഈ നൂലിങ്ങനെ അഴിഞ്ഞ് പോരും. അതുകൊണ്ട് അതെനിക്ക് അത്ര ഇഷ്ടമല്ല. എനിക്ക് പഴയ ടൈപ്പ് ഓഫ് കുപ്പിവളകളൊക്കെ തന്നെയാണ് കേട്ടോ ഇഷ്ടം, പുതിയ ടൈപ്പിനേക്കാളും. പിന്നെ ഇത് നോക്കിക്കേ, ഇതും ഇതുപോലെ തന്നെ ഗ്രീനും അതുപോലെ ഗോൾഡനും കൂടെ ഉള്ളത്. പിന്നെ ഇത് നോക്കിക്കേ, ബ്ലാക്കിൽ നമ്മുടെ ഈ ഗോൾഡൻ ഗിൽറ്റ് ഉള്ളത്. പിന്നെ ഇത് നമ്മുടെ മാമ്പഴ മഞ്ഞ. എനിക്കൊരു മഞ്ഞ പട്ടുസാരി ഉണ്ട്. അപ്പം ആ മഞ്ഞ പട്ടുസാരിക്ക് ഇടാനായിട്ട് ഞാൻ ഈ കുപ്പിവള വരുത്തിച്ചതാണ് കേട്ടോ. സ്റ്റോക്ക് ഇല്ലാഞ്ഞിട്ട് എനിക്ക് ഈ കളർ മഞ്ഞ വേണം എന്ന് പറഞ്ഞ് ഓർഡർ കൊടുത്ത് വരുത്തിയതാണ്. അങ്ങനെയൊക്കെ ഞാൻ എഫേർട്ട് എടുക്കും കേട്ടോ കുപ്പിവളക്കൊക്കെ വേണ്ടിയിട്ട്. പിന്നെ ഇത് നോക്കിക്കേ, ഇതിന് ചെറിയൊരു വെട്ടുണ്ട് ഈ കുപ്പിവളയ്ക്ക്. ഇത് മധുരയിൽ നിന്ന് മേടിച്ചതാണ്. മധുര മീനാക്ഷി ക്ഷേത്രമില്ലേ, അതിൻ്റെ ഫ്രണ്ടിലത്തെ കടകളിൽ നിന്ന് മേടിച്ചതാണ്. പിന്നെ കുറേയൊക്കെ ഇതിൽ ഒരു മേജർ കളക്ഷൻ എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ കടയിൽ നിന്ന് തന്നെയാണ് കേട്ടോ. എൻ്റെ കുഞ്ഞാൻ്റിയുടെ കടയിൽ നിന്ന് തന്നെയാണ് മേജറായിട്ട് ഞാൻ വളകളൊക്കെ കുഞ്ഞാൻ്റിയുടെ കടയിൽ നിന്നുള്ളതാണ്. പിന്നെ ഇത് കുറച്ച് മറിയത്തിൻ്റെ വളകളാണ് കേട്ടോ. മറിയം അങ്ങനെ വളകളൊന്നും അത്ര ഇടാറുള്ള ആളല്ല. മറിയത്തിന് കുപ്പിവളയൊക്കെ മേടിച്ച് കൊടുക്കണം എന്ന് എനിക്കുണ്ട്, പക്ഷെ മറിയത്തിൻ്റെ കൈക്ക് പാകാവുന്ന അത്രയും കുഞ്ഞു കുപ്പിവളകൾ കിട്ടാനില്ല. പിന്നെ ഞാൻ വേറെ ഒരു സെറ്റ് ഓഫ് കുപ്പിവളയും കൂടെ ഉണ്ട്, അതും കൂടെ കാണിച്ചു തരാം. ഇത് ഇതുപോലെ ബ്ലാക്കിൽ ഗോൾഡൻ വളയുള്ളത്. അതുപോലെ ഇത് നോക്കിക്ക്, ഒരു ഡബിൾ ഷെയ്ഡ് ഓഫ് റെഡ് ആൻഡ് ഗോൾഡ്, അതും കൊള്ളാം. പിന്നെ ഇത് മറിയത്തിന്റെ വളയാണ്. ഇത് ഞാൻ മറിയത്തിന് മേടിച്ചതാണ്. മറിയം പക്ഷെ ഇട്ടിട്ട് പോലുമില്ല. പിന്നെ മറിയത്തിന്റെ ഡാൻസ് പ്രോഗ്രാമിനൊക്കെ ഗോൾഡൻ വള വേണം എന്നുള്ളത് കൊണ്ട് കണ്ടപ്പോൾ ഞാൻ മേടിച്ചതാണ്. ഇനി വേറെ ഒരു ടൈപ്പ് ഓഫ് വള കാണിച്ചു തരാം. ഇതെനിക്ക് ഒരിടയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട വളയാണ്. ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇറങ്ങിയതാണ് ഈ വള.
അന്നേരം തന്നെ മേടിച്ചതുമാണ്. ഇതാ ഇതിൽ പല ടൈപ്പ് ഓഫ് വളകളും ഉണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ടൈപ്പ് എന്ന് പറയുന്നത് ഇതാ ഈ ഒരു ടൈപ്പ് ഓഫ്, ഇതിൻ്റെ എല്ലാ കളേഴ്സും ഉണ്ട്. നോക്കിക്കേ, ഇതും കുപ്പിവള തന്നെയാണ്, പക്ഷേ ഈ സിംഗിൾ ആയിട്ട് രണ്ടെണ്ണം ഒക്കെ ആക്കി ഇടുന്നത്. ഇതിൻ്റെ കളേഴ്സ് ഒക്കെ ഇട്ടുണ്ട്, നല്ല മിഠായി കളേഴ്സ്. ഇത് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ മുതലേ എൻ്റെ കയ്യിലിരിക്കുന്നതാണ്, എൻ്റെ ആൻറ്റി കൊണ്ടു തന്നതാണ്. അത് ഞാൻ ഇപ്പോഴും ഇടാറുണ്ട്, സൂക്ഷിച്ച് വെക്കാറുണ്ട്. അപ്പം ഇതൊക്കെയാണ് എൻ്റെ കുപ്പിവള കളക്ഷൻ. ഇനിയും അപ്പം ഇങ്ങനെയാണ് ഞാൻ ഈ കുപ്പിവളകളൊക്കെ സ്റ്റോർ ചെയ്ത് ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇനി ഇതുപോലെ തന്നെ കമ്മലുകൾ ഞാൻ സ്റ്റോർ ചെയ്യുന്നത് ഇതാ ഇതുപോലെയുള്ള ബോക്സസിലാണ്. ഇതുപോലെയുള്ള പാർട്ടീഷനുള്ള സെക്ഷൻ ആയിട്ടുള്ള. അപ്പം ഒരേപോലത്തെ കമ്മലൊക്കെ നമുക്ക് കാറ്റഗറൈസ് ചെയ്തിട്ട് ഒരെണ്ണത്തിലൊക്കെ ഇടാൻ പറ്റും. ജുമുക്ക വേറെ, വലിയ കമ്മൽ വേറെ എന്നൊക്കെ പറഞ്ഞിട്ട്. കണ്ടോ ജുമുക്കൊക്കെ നോക്കിയൊക്കെ. അങ്ങനെ ഇത് കാഷ്വൽ ആയിട്ട് ഇടാൻ പറ്റുന്ന കമ്മലാണ് കേട്ടോ. ഒരു ഫംഗ്ഷനല്ല, അല്ലാതെ ഫംഗ്ഷന് വേണമെങ്കിൽ ഇടാം. അപ്പം ഇതുപോലത്തെ കമ്മൽ ഞാനിപ്പോൾ കുറവാണ് ഇടാറുള്ളത്. എന്നാലും ഇതൊക്കെ ഒത്തിരി പഴയതാണ്. അപ്പം പക്ഷെ ഞാനിതിങ്ങനെ സൂക്ഷിച്ച് വയ്ക്കും, കളയില്ല, എല്ലാം സൂക്ഷിച്ച് വയ്ക്കും. പിന്നെതാ ഇതിൻ്റെ ഒരു ബ്ലൂ, ഇങ്ങനത്തെ കുറേ കളേഴ്സ്. അപ്പം ഇതിങ്ങനെ ബോക്സസിലാക്കി വെച്ചാൽ നമുക്കിങ്ങനെ നോക്കിയിട്ട് ഇഷ്ടമുള്ള കമ്മൽ സ്ഥിരമായിട്ട് എടുക്കാം. ഡാമേജും ആവില്ല, കമ്മലുകളാണെങ്കിലും ഡാമേജ് ആവില്ല. ഇതാ ഇതുപോലെ 2 ബോക്സസിൽ എൻ്റെ ഒരു കാഷ്വൽ ടൈപ്പ് ഓഫ്, അതായത് അധികം എക്സ്പെൻസീവ് അല്ലാത്ത ടൈപ്പ് ഓഫ് കമ്മലുകൾ ഉണ്ട്. ഇനി കമ്മൽ സൂക്ഷിക്കുന്ന വേറെ ഒരു സാധനം ഞാൻ കാണിച്ചു തരാം. ഇതിൽ ഇച്ചിരിയോടെ നല്ല കമ്മൽ, ഒരു ഫംഗ്ഷനൊക്കെ ഇടാൻ പറ്റിയ കുറച്ചും കൂടെ നല്ല കമ്മൽ ഞാൻ സൂക്ഷിക്കുന്നത് ഇതാണ്. ഇത് ഞാൻ മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്ത് മേടിച്ചതാണ്. ഈ കമ്മൽ ഇടാൻ പറ്റുന്ന ഈ ഒരു ബോക്സ്, ഈ ഒരു ഓർഗനൈസർ, ഇയറിംഗ് ഇട്ട് വെക്കാൻ പറ്റുന്ന. ഇതിൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇടക്കിടക്ക് ഇത് ഇങ്ങനെ തുറക്കുമ്പോൾ ഇന്ന് ചാടിപ്പോവും, എന്നാലും കുഴപ്പമില്ല. കണ്ടോ, ഇതിലിങ്ങനെ സെറ്റ് ആക്കിയിട്ട് വെക്കാം. ഇതാവുമ്പോൾ നമുക്ക് ഒട്ടും ഡാമേജ് ആവില്ല കേട്ടോ, ഒരു കമ്മലും ഡാമേജ് ആവില്ല, പിന്നെ പെട്ടെന്ന് നമുക്ക് എടുക്കാം. അപ്പം ഇതാണ് എൻ്റെ മറ്റൊരു കമ്മൽ ഓർഗനൈസ് ചെയ്യുന്ന ഒരു സാധനം. പിന്നെ വേറൊരു തട്ടിക്കൂട്ട് ഓർഗനൈസിങ് സംഭവം കൂടെ ഞാൻ കാണിച്ചു തരാം. ഇതിലും എൻ്റെ കമ്മലുകളാണ്, കാഷ്വൽ വെയർ ടൈപ്പ് ഓഫ് കമ്മലാണ്. എൻ്റെ മറിയത്തിൻ്റെ ഉണ്ട്. അപ്പം ഇത് നമ്മുടെ ഈ ജ്വല്ലറിയിൽ നിന്ന് നെക്ലേസ് ഒക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന സാധനമാണ്. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ഇതുപോലത്തെ സ്പോഞ്ച് വെച്ചിട്ട് ഈ കമ്മലൊക്കെ ഇങ്ങനെ കുത്തി വെച്ചു. അപ്പോൾ ഇതൊന്നും മിസ്പ്ലേസ് ആയി പോവില്ല. അതുകൂടാതെ നമുക്ക് എല്ലാം കാണാനും പറ്റും, പെട്ടെന്ന് എടുക്കാനും പറ്റും. അപ്പം ഇങ്ങനെയാണ് ഞാൻ എൻ്റെ കുറച്ച് കാഷ്വൽ ടൈപ്പ് ഓഫ് കമ്മലൊക്കെ വെച്ചിരിക്കണേ. ഇനി അല്ലാതെ കുറച്ച് ഫംഗ്ഷൻ വെയർ ടൈപ്പ് ഓഫ് സംഭവങ്ങൾ ഞാൻ വെച്ചിരിക്കണം, കാണിച്ചു തരാം. അത് ഞാൻ പ്രത്യേകം ബോക്സസിലൊക്കെ ആക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇതുപോലെ ഒരു പൗച്ചിൽ ഇതിൽ ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഇതൊരു കമ്മൽ, ഇതെനിക്ക് ഫ്രീ കിട്ടിയ കമ്മലാണ് കേട്ടോ. ഒരു സൈറ്റിൽ നിന്ന് ബ്ലൗസ് പീസ് മേടിച്ചപ്പം ഈ ഒരു കമ്മൽ എനിക്ക് ഫ്രീ കിട്ടി. അത് കൊള്ളായിരുന്നല്ലേ. ബ്ലൗസ് പീസിനേക്കാളും നല്ലത് ഈ കമ്മലായിരുന്നു. നല്ല രസമല്ലേ കാണാനായിട്ട്. ഇത് ഒരു കമ്മൽ. ഇനി വേറെ കമ്മൽ കാണിച്ചു തരാം. ഇത് ഇച്ചിരി ഹെവി ആയിട്ടുള്ള ഒരു കമ്മൽ. ഇതൊക്കെ എല്ലാം കൂടെ ഒന്നിച്ചിട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലെ ബീഡ്സും കാര്യങ്ങളൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇതിങ്ങനെ ഈ ബോക്സിലൊക്കെ ആക്കി വെക്കുവാണെങ്കിൽ ഇത് നമുക്ക് എത്ര വർഷം വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഇത് മറിയത്തിൻ്റെ ഒരു വളയാണ്. ഇനി ഇത് ഞാൻ കുശൽസിൽ നിന്ന് മേടിച്ച കമ്മലാണ്. കുശൽസിൻ്റെ ബോക്സിൽ തന്നെ ഇട്ട് വെച്ചിരിക്കുന്നു. ഒരു ജുമുക്ക, പിന്നെ ഒരു സെറ്റ് വള ഒക്കെ ഉണ്ട് കേട്ടോ. അത് അതിൻ്റെ ബോക്സിൽ തന്നെ ഇട്ട് വെച്ചിരിക്കുകയാണ്. ഇനി വേറെ കുറച്ച് ബാംഗിൾസ്. അത് ഇതുപോലെ ഞാൻ 2-3 ബാംഗിൾസ് ഒന്നിച്ച് ഞാനിങ്ങനെ കവറിലിട്ട്, സിപ്പ് ലോക്ക് കവറിലിട്ടിട്ടാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. അങ്ങനത്തെ. പിന്നെ ഇതിൽ തന്നെ കുറച്ച് പൗച്ചസിൽ ഇതിൻ്റെ കമ്മലുകളുണ്ട്. ഇതൊക്കെ അത്യാവശ്യം നല്ല ഭംഗിയുള്ള കമ്മലാണ് കേട്ടോ. നല്ല രസമല്ലേ കാണാൻ. പിന്നെ വേറൊരു കമ്മൽ കാണിച്ചു തരാം. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കമ്മലാണ്. ഈ കമ്മലൊക്കെ ഇടുമ്പോൾ ഈ കമ്മൽ മാത്രം ഇട്ടാൽ മതി. മാലയൊന്നും ഇട്ട് അതൊന്നും മേടിച്ച് വെറുതെ പൈസ കളയണ്ട. ഈ കമ്മൽ മാത്രം ഇട്ടാൽ മതി. ഒരു സ്റ്റേറ്റ്മെന്റ് ജ്വല്ലറി പോലെ നമുക്ക് ഉപയോഗിക്കാം. വേറെ അങ്ങനത്തെ ഒരു. അപ്പം ഇതൊക്കെ ഞാൻ ഓരോരോ കുഞ്ഞു പൗച്ചസിൽ ഇട്ടിട്ട് അതൊരു ബോക്സിൽ ഇട്ടിട്ടാണ് യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള കമ്മലൊക്കെയാണ് കേട്ടോ. അതുപോലെ ഇതിൽ പിന്നെ ഞാൻ എൻ്റെ കുറച്ച് ഓർണമെന്റ്സ്, ഇതൊക്കെ നെക്ലേസുകളാണ്. ഇതൊക്കെ ഇങ്ങനെ വേറെ ബോക്സിൽ ഇട്ടിട്ടാണ് സൂക്ഷിക്കുന്നത് കേട്ടോ. എല്ലാം സെപ്പറേറ്റ് ഓരോ നെക്ലേസും സെപ്പറേറ്റ് പൗച്ചസിൽ ഇട്ടിട്ടാണ് ഞാൻ സൂക്ഷിക്കണേ. കാരണം ഒന്നിനോട് ടച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സ്റ്റോൺസ് ഒക്കെ പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ വേറെ ബോക്സസിൽ ഇട്ടിട്ടാണ് സൂക്ഷിക്കുന്നത്. ഇതൊരു വളയാണ്.
നല്ല ഭംഗിയില്ലേ? ഇതും ഇതുപോലെ തന്നെ ഈ വള മാത്രം ഞാൻ വളരെ കെയർ ചെയ്തിട്ടാണ് സൂക്ഷിക്കുന്നത്. ഇതുപോലെയൊക്കെ സൂക്ഷിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര നാൾ വേണമെങ്കിലും ഇതൊക്കെ പോവാതിരിക്കും കേട്ടോ. ഇതൊക്കെ കണ്ടോ, ഓരോരോ മാലകൾ ഞാൻ ഓരോ പൗച്ചസിൽ ഇട്ടിട്ടിട്ടിട്ടാണ് സൂക്ഷിക്കുന്നത്. അപ്പോൾ ഇതവിടെ ഇരിക്കട്ടെ. പിന്നെ ഞാൻ വേറെ എൻ്റെ കല്ലുമാലകൾ എങ്ങനെ സൂക്ഷിക്കുന്നു എന്ന് കാണിച്ചു തരാം. ബീഡ്സിന്റെ മാലകൾ. അതെ, ഇതിങ്ങനെ ഇതൊരു മേക്കപ്പ് ബോക്സ് ആണ്. ഇത്രയും സാധനങ്ങൾ ഞാൻ മേക്കപ്പ് ബോക്സ് എനിക്ക് അത് കണ്ടപ്പം വലിയ ആഗ്രഹിച്ച് മേടിച്ചാണെങ്കിൽ ഇത്രയും മേക്കപ്പ് ഐറ്റംസ് എനിക്കില്ല. അതുകൊണ്ട് ഞാനിത് കൺവേർട്ട് ചെയ്തിട്ട് എൻ്റെ മാല സൂക്ഷിക്കുന്ന സാധനമായിട്ട് മാറ്റി. കണ്ടോ, എൻ്റെ മാലകൾ ഞാൻ ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. എല്ലാം അസംബ്ലി ലൈനിൽ നിൽക്കുന്ന പോലെ ഇല്ലേ. ഇത് ഓരോ മാലകളും ഞാൻ ഓരോ പൗച്ചസിലിട്ടാണ് വെച്ചിരിക്കുന്നത്. അതാ, ഇതൊരു പേളിൻ്റെ മാലയാണ് കേട്ടോ, ഒറിജിനൽ പേളാണ്. ഇത് വേറൊരു മാല. ഇതുപോലെ ഓരോ മാലകളും ഞാൻ കല്ലുമാല, ഇത് വേറെ, അതിൻ്റെ കളറ്, ഇതിൻ്റെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഉണ്ട്. ഇതൊരു ബീഡിൻ്റെ മാലയാണ് കേട്ടോ. ഇത് ഞാൻ ഹൈദരാബാദ് എയർപോർട്ടിൽ നിന്ന് മേടിച്ചതാണ് ഒരു പ്രാവശ്യം, ഒത്തിരി വർഷം മുമ്പ്. എനിക്ക് തോന്നുന്നു ഒരു 10 കൊല്ലം മുമ്പെങ്കിലും മേടിച്ചാണത്. നല്ല രസമാണ് ഇത് കാണാനായിട്ട്. ഇട്ടാലും നല്ല ഭംഗിയാണ് കാണാൻ. അപ്പം ഞാൻ ഇങ്ങനെ മേടിച്ചതാണ്. കവർ താഴെ. അപ്പം ഇതൊക്കെ ഒന്നിച്ച് ഒരു ബോക്സിലിട്ട് വെച്ചാലുണ്ടല്ലോ, ഇതെല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ട് പിണഞ്ഞ് ആകെ സംഭവങ്ങൾ ഡാമേജ് ആയിപ്പോകും. അപ്പം ഇതിങ്ങനെ ഇട്ട് വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എത്ര വർഷം വേണമെങ്കിലും ഇത് ഉപയോഗിക്കാം കേട്ടോ. ഇത് വേറൊരു മാലയാണ് കേട്ടോ. ഈ മാല ഞാൻ ഷിംലയിൽ നിന്ന് മേടിച്ചതാണ്. ഇതിൻ്റെ ശരിക്കും ഇതിൻ്റെ കളർ, ഇതിന് മഞ്ചാടിക്കുരുവിൻ്റെ നിറമാണ് കേട്ടോ. ഇത് കണ്ടിട്ടാണ് ഞാൻ മേടിച്ചത്. ഭയങ്കര ബ്യൂട്ടിഫുൾ അത് കാണാനായിട്ട്. അതുപോലെ ഇതുപോലത്തെ തന്നെ പല ബീഡ്സിൻ്റെ മാലകളാണ് ഇതിലുള്ളത്. ഇതെല്ലാം ഒന്നും ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറൊന്നുമില്ല, പക്ഷെ ഞാനെല്ലാം സൂക്ഷിച്ചേക്കും. അപ്പം ഇതൊക്കെയാണ് എൻ്റെ ഒരു ചെറിയ ജ്വല്ലറി കളക്ഷനും ഞാൻ എങ്ങനെയാണ് എൻ്റെ ജ്വല്ലറിയും ബാക്കി സാധനങ്ങളെല്ലാം ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്നുമാണ്. അപ്പം ഇത് കുറച്ചെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കാരണം ഞാനും ഒത്തിരി ഓർഗനൈസിങ് വീഡിയോസൊക്കെ കാണാറുണ്ട്, അതിൽ നിന്ന് ടിപ്സ് എടുക്കാറുണ്ട്, പല ഐഡിയാസും എനിക്ക് അതിൽ നിന്ന് കിട്ടാറുണ്ട്. അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളും ഇതുപോലെയൊക്കെയാണോ ഓർഗനൈസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു തരിക. അല്ലെങ്കിൽ വേറെ ടിപ്സ് ഉണ്ടെങ്കിൽ അതും കമൻറ്റിലൂടെ മെൻഷൻ ചെയ്യാം കേട്ടോ. താങ്ക്